ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായി പിരിഞ്ഞത് വിഷമമുണ്ടോ, അവർ നിങ്ങളുടെ വിഷമം അറിയുന്നുണ്ടോ, ഇതാണ് നോക്കാൻ പോകുന്നത്. ബോട്ടം വന്നിട്ടുള്ളത് ഒരു കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. കിങ് ഓഫ് കപ്സിൻ്റെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ പുറകെ നടന്നപ്പോൾ അവർ വിചാരിച്ചിട്ടുണ്ടാവും നിങ്ങൾ വെറും സില്ലിയാണെന്നാണ്, നിങ്ങൾക്കൊരു മെച്യൂരിറ്റിയും ഇല്ല എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായി. ഇപ്പോൾ നിങ്ങൾ വളരെ മെച്യൂർഡായിട്ട് കാണുന്നുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നു. ഒരു പക്ഷേ പാസ്റ്റിൽ അവർ ചിന്തിച്ചിട്ടുണ്ടാവും നിങ്ങൾ മെച്യൂർഡ് ആയിരുന്നെങ്കിലെന്ന് വിചാരിച്ചിട്ടുണ്ട്. ആദ്യമായി കിങ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി എന്താ ചിന്തിക്കുന്നത് വെച്ചാൽ അവർ കുറച്ച് ഈഗോ ഉള്ള വ്യക്തിയാണ്. അവർ അവരുടെ ഉള്ളിലുള്ള കാര്യം തുറന്നു കാണിക്കാൻ മടിയുള്ള കൂട്ടത്തിലുള്ള ഒരാളാണ്. അവർക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വിഷമമുണ്ട്, പക്ഷേ നിങ്ങളോട് ഒരുപാട് സ്നേഹവുമുണ്ട്. പക്ഷേ അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് ചെന്നാൽ അവർക്കുള്ള വില കിട്ടാതെയായി പോകുമോ, ഞാനൊന്ന് താഴ്ന്നു കൊടുത്താൽ എനിക്ക് അഭിമാനം പോകുമോ എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നിങ്ങളുമായി ഒന്നിക്കാം എന്നാണ് അവർ ചിന്തിക്കുന്നത്. അതെങ്ങനെ സാധിക്കും, അതെങ്ങനെ ഉണ്ടാകും എന്നൊക്കെയാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണെങ്കിൽ അവരുടെ കാര്യം എളുപ്പമാവും എന്നൊക്കെ ഉള്ളൊരു ചിന്തയാണ് അവർക്കിപ്പോൾ. 9 ഓഫ് വാൻസ് ആണ് അടുത്ത്. നോ കോൺടാക്ട് സിറ്റുവേഷനാണ് നിങ്ങളുള്ളത്. അങ്ങനെ ആയതുകൊണ്ട് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, ആ പേഴ്സൻ്റെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതോർത്ത് വിഷമിക്കുന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്, ആ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങൾ മാത്രമാണ് ഉള്ളത് എന്നെല്ലാമാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സമയം അവർക്ക് നിങ്ങളോട് പറയാനുള്ളത് അവർ മറ്റാരുടെയും വാക്ക് കേൾക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളല്ല. അവർക്കൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ട്. ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇവർക്കിപ്പോൾ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ആരെയൊക്കെയോ പേടിച്ച് ഭയപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് ഒരു ചോയ്സ് ഉണ്ട്, ഒരുപാട് ചോയ്സ് ഉണ്ട്. ഒന്നുകിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആകാം, അല്ലെങ്കിൽ പേരൻസ് ആവാനും സാധ്യതയുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഇതിൽ നിന്നെല്ലാം മാറി നിങ്ങളുടെ അടുത്തേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വരണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും അവർക്ക് എതിരായിട്ടാണ് നിൽക്കുന്നത്. അവരുടെ വിഷമങ്ങൾ പറയാനോ കേൾക്കാനോ ആരുമില്ല. എങ്ങനെയെങ്കിലും എല്ലാവരെയും തട്ടി മാറ്റി മുന്നോട്ട് പോകണമെന്നാണ് അവർ ചിന്തിക്കുന്നത്. അതിനുവേണ്ടി ആ പേഴ്സൺ നിൽക്കുന്ന സ്ഥലത്തുള്ളവരുമായി ഒരു ഫൈറ്റ് ചെയ്യേണ്ട അവസ്ഥയാണുള്ളത്. ആ പേഴ്സണ് ഒരു സ്ട്രെങ്ത്ത് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്കൊരു നിങ്ങളുമായി ഒരു പുതിയ വികാരത്തിൻ്റെ തുടക്കമാണ് കാണുന്നത്. നിങ്ങൾക്ക് ഒരു പുതിയ തരം ഒരു ഇമോഷണൽ ഫീൽ ചെയ്യുന്നു കാണുന്നു. ഇതുവരെ തോന്നാത്ത ഒരു പ്രണയം നിങ്ങൾക്കുണ്ടാകുന്നു എന്നാണ് കാണുന്നത്. അവർ സ്നേഹം എന്താണെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഏറെ നാളായി അവർ ആഗ്രഹിച്ച പോലുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളെന്ന് അവർക്ക് മനസ്സിലായി. നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും കൂടുതൽ സ്നേഹവുമായിട്ട് അവർ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് കുറ്റബോധമാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങളുടെ സ്നേഹത്തെ ഉപേക്ഷിച്ച് അയാൾ കൊടുത്ത നിങ്ങൾ കൊടുത്ത മെസ്സേജും കോളും ഒക്കെ ഉപേക്ഷിച്ച് നിങ്ങളുടെ പേഴ്സൺ എന്തിലേക്കാണോ പോയത്, നിങ്ങളുടെ കുറവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ഇപ്പോൾ കുറ്റബോധമാണുള്ളത്. അവർക്ക് ഇമോഷണൽ സപ്പോർട്ട് കിട്ടിയിട്ടില്ല. അവിടെ നിന്ന് അവർക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. അവർ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാണെന്ന് കാണുന്നുണ്ട്. അവരുടെ മനസ്സ് കല്ല് പോലെ ആക്കി വെച്ചിരിക്കുന്നത്, ഒരു കടുംപിടുത്തം ആക്കി വെച്ചതായിട്ടാണ് കാണുന്നത്. അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അവർ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ ഇപ്പോഴാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. നിങ്ങളുമായി നടത്തിയ കാര്യങ്ങളിൽ ആ പേഴ്സൺ സന്തോഷിച്ചിരുന്നതായും അവർ ഓർക്കുന്നുണ്ട്. നിങ്ങളുടെ പഴയ കാര്യങ്ങളും ഒരുമിച്ച് നടന്ന കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളും എല്ലാം അവർ ഓർത്തെടുക്കുകയാണ് ഇപ്പോൾ. നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ നിങ്ങൾ അവർക്ക് ഒരു സിൻസിയറായ സ്നേഹം കൊടുത്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ ആ സ്നേഹം അവർ മനസ്സിലാക്കിയില്ല. അവർ വേറെ എന്തിൻ്റെയോ എല്ലാമോ പുറകെ പോയി നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഒന്നും തന്നെ നിങ്ങൾക്ക് തിരിച്ചു തന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്
ആ സ്നേഹം തിരിച്ചു കിട്ടിയിരുന്നെങ്കിലെന്ന് മനസ്സിലാക്കുന്നുണ്ട്. മറ്റുള്ളവരിൽ നിന്നും അയാൾ ആഗ്രഹിക്കുന്ന സ്നേഹമോ നിങ്ങളിൽ നിന്ന് കിട്ടുന്ന സ്നേഹമോ അയാൾക്ക് കിട്ടിയില്ല. ആ ദുഃഖത്തിലാണ് അയാൾ ഇരിക്കുന്നത്. അപ്പം നിങ്ങളുടെ കർമ്മഫലം ദൈവം കാണും. നിങ്ങൾ നല്ലത് ചെയ്ത സിൻസിയറായ സ്നേഹം കൊടുത്താൽ അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്ന് തന്നെയാണ് പറയുന്നത്. ഒരു ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇതെന്തായാലും തേർഡ് പാർട്ടി സിറ്റുവേഷനെ തന്നെയാണ് കാണിക്കുന്നത്. അവർക്കൊരു കൂട്ടിൻ്റെ ആവശ്യമില്ലെന്നാണ് അവർ മനസ്സിലാക്കിയത്. കൂടെ ആളുകൾ ഉണ്ടായാൽ അവരുടെ എല്ലാ കാര്യങ്ങൾക്കും തടസ്സം നിൽക്കുമെന്ന് അയാൾക്ക് മനസ്സിലായി. അവർ ആരോടും ഒരു പരാതിയും വിഷമവും ഇല്ലാതെ അവർ ഒറ്റയ്ക്ക് ആണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവരും അവരെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും ഒറ്റയ്ക്കാക്കി അയാളുടെ ഈ അവസ്ഥ മനസ്സിലാക്കി എല്ലാവരും അയാളെ കുറ്റം പറഞ്ഞ് ഒറ്റപ്പെടുത്തിയതാണ്. അയാൾക്ക് മനസ്സിലായി ഈ അവസ്ഥയിലിരുന്നാലേ അയാൾക്ക് വേണ്ടത് ചെയ്യാൻ പറ്റുള്ളൂ എന്നും കൂടി അയാൾക്ക് മനസ്സിലായിട്ടുണ്ട്. കുറേ ആളുകൾ കൂടെ ഉണ്ടായാൽ വേണ്ട രീതിയിൽ ചെയ്യാൻ പറ്റില്ല എന്നുകൂടെ അയാൾ മനസ്സിലാക്കുന്നുണ്ട്. ആദ്യമെല്ലാം നിങ്ങൾ വളരെ അധികം എത്ര തെറ്റ് കാണിച്ചാലും അവർ നിങ്ങളോട് ക്ഷമിക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. കാരണം അവരൊരു ഈഗോസ്റ്റിക്കായ വ്യക്തിയായിരുന്നു. അവർ ഒരു തെറ്റ് കാണിച്ചാൽ നിങ്ങളോട് ക്ഷമ പറയാനും മടിയുള്ളതാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. അവർക്ക് ചോയ്സ് വേറെയുണ്ട്, 2 ചോയ്സ് ഉണ്ട്. അപ്പോൾ അവൾ ഇപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് അവരാഗ്രഹിക്കുന്നത്. തേർഡ് പാർട്ടീനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നാണ് അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കോടതിപരമായി കേസ്പരമായി പ്രശ്നത്തിലുള്ള വ്യക്തികളെ കാണുന്നുണ്ട്. ഫാമിലിയുള്ള ആളുകളായിരിക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ വീട്ടുകാരുമായി അറിയാത്ത ഒരു ബന്ധത്തിലുള്ള ആൾക്കാരെയും കാണുന്നുണ്ട്. അവർക്ക് നീതി കിട്ടണമേ എന്നാണ് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കൂടെ ഉള്ളപ്പോൾ അവർക്ക് സമ്പത്തും സൗഭാഗ്യവും എല്ലാം ഉണ്ടായിരുന്നു. നിങ്ങളെ വിട്ട് പിരിഞ്ഞപ്പോൾ അവർക്ക് എല്ലാം നഷ്ടമായി. എനിക്ക് നീതി കിട്ടണമേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണിപ്പോൾ. എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ അയാൾ ചെയ്യുന്നത്. നിങ്ങളെ വിട്ട് അക്കരപ്പച്ച തേടി പോയ വ്യക്തിക്ക് ഇപ്പോൾ നിരാശയാണുള്ളത്. അതുകൊണ്ട് നിങ്ങളാണ് ശരി എന്ന് മനസ്സിലാക്കി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ വിഷമം മനസ്സിലാക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുമായി ഒന്നിക്കുവാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നവരെ കാത്തിരിക്കുക. താങ്ക് യു.